ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു B2 ഓട്ടോമോട്ടീവ്. ഇന്ന് നമ്മളെ ഷോപ്പിൽ വർക്കിന് എത്തിയിട്ടുള്ളത് ഒരു ടൈപ്പ് 3 സ്വിഫ്റ്റ് ആണ്. ഇതിൽ നമുക്ക് സ്പോർട്സ് കിറ്റ് ഇൻസ്റ്റാളേഷനാണ് വന്നത്. വിത്തൗട്ട് DRL വരുന്ന കിറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ട്, ബാക്ക്, സൈഡ്, സ്കേർട്ട്, ഈ 3 പാർട്സാണ് നമുക്ക് മാറാനുള്ളത്. കിറ്റ് മൊത്തം നമ്മൾ പെയിൻറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ബാക്കിൽ നമ്മൾ ഡിഫ്യൂസർ ഡമ്മി വരുന്ന ടൈപ്പിലുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 2 എക്സോസ്റ്റ് വരുന്ന ടൈപ്പ്. ഇതാണ് വണ്ടീൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളൊരു കണ്ടീഷന്. അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ബമ്പറൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഫ്രണ്ട് ബമ്പർ മൊത്തം അയച്ചിട്ടുണ്ട്. നമ്മളത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിലും അയച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ടൈലൈറ്റൊക്കെ മൊത്തത്തിൽ അയച്ച് ബമ്പർ മൊത്തം കയറ്റാനുള്ള പരിപാടിയിലാണ്. നമ്മൾ ബാക്ക് ബമ്പർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ നമ്മൾ സ്പോർട്സ് കിറ്റ് ഇതാ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൽ വിത്തൗട്ട് DRL ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് ബമ്പർ നമ്മൾ കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. വണ്ടീൻ്റെ ഫ്രണ്ട് ലുക്ക് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലുള്ള ഇനി ഓൾറെഡി ഒരു സ്കേർട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ കൂടെ വരുന്ന കാർബൺ ടൈപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തത്. ബാക്കിലത്തെ നമുക്ക് സെറ്റ് ചെയ്യാണ്ട് ബാക്കിലെ ബമ്പർ ഇതാണ്. ഫുൾ വർക്ക് ചെയ്യേണ്ടത് നമുക്ക് കാണാം. നമ്മളെ സ്പോർട്സ് കിറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബാക്കിൽ ലുക്ക് വരുന്നത്. അടിയിലെ ഈ പീസ് നമ്മൾ കാർബണിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ് ഒക്കെ കറക്റ്റ് പക്കായിട്ടാണുള്ളത്. ഈ ഒരു എലമെൻറ്റ് നമ്മളിതാ കാർബണിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഡമ്മി ഡിപ്പ് വരുന്നത്. സൈഡ് സ്കേർട്ടൊക്കെ നമ്മൾ ഈ കാർബണിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ടുള്ളൊരു ലുക്ക് വരുന്നത്. മൊത്തത്തിൽ വണ്ടി ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫോഗ് ലാമ്പ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ. ഇതിൽ നമ്മൾ ആ ഒരു ട്രൈ കളർ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ ഇതാണ് അതിൻ്റെ ഗ്രില്ല് വരുന്നത്. ഗ്രില്ല് നമ്മൾ ഗ്ലോസി ബ്ലാക്കിലും അതിൻ്റെ നമ്പർ പ്ലേറ്റ് വരുന്ന ഭാഗം നമ്മൾ കാർബണിലുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു ലുക്ക് വരുന്നത്. വണ്ടി മൊത്തത്തിൽ ഒരു സ്പോർട്ടി ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ വർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ B2 ഓട്ടോമോട്ടീവായിട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, താങ്ക് യു. കൊണാക്ക് ആ